Hi, my name is Varnita and welcome to EduPort. So, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാംസിന് ഇംഗ്ലീഷിന് അത്യാവശ്യം നല്ലൊരു സ്കോർ അല്ലെങ്കിൽ 100 സ്കോർ എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ഓർ ഇഫ് യു ആർ വാച്ചിങ് ദ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താഴെ നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ വ്യൂസും എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ വലിയൊരു ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് പൊതുവേ നിങ്ങൾ CBSE സ്റ്റുഡൻസിന്റെ അടുത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മളിങ്ങനെ റോട്ട് ലേണിംഗ് ആണ് അല്ലെ, പല കാര്യങ്ങളും ബൈ ഹാർട്ട് പഠിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പം വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പം ആക്ച്വലി അവിടെ ആ ഒരു റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ബൈ ഹാർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ ഇംബൈബ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല അല്ലെ. ടെക്സ്റ്റ് ബുക്കിനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫൂളിഷ്നെസ് ആണ്. സോ ഒന്നാമത്തെ കാര്യം എന്താണ്, നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ NCERT അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് എന്താണോ അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. അതൊരു സ്റ്റോറി ആയിക്കോട്ടെ, ഒരു പോയം ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്ക് വേണം. ഇപ്പോൾ ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു സമ്മറി അറിയണം, ക്യാരക്ടേഴ്സ് അറിയണം, അതിനകത്തുള്ള മേജർ തീംസ് അറിയണം, വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ ദാറ്റ് സ്റ്റോറി എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. ആൻഡ് ഇഫ് യു ആർ ലേണിംഗ് എ പോയം ആണെന്നുണ്ടെങ്കിലോ നമുക്ക് അവിടെ അല്ലേ അതിനകത്തുള്ള മെയിൻ ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു തീം എന്താണ് അല്ലെ, അതിലെ മെസ്സേജ് എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എവറി ചാപ്റ്റർ യു ഹാവ് ടു റീഡ് ഇറ്റ് thoroughly. നല്ല രീതിക്ക് വായിച്ചിട്ട് വേണം എല്ലാ ലെസൺസും. ഓക്കെ, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുൻപേ എല്ലാ ലെസൺസിനെ കുറിച്ചും നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. അണ്ടർസ്റ്റാൻഡ് ദ തീംസ്, ക്യാരക്ടർ മോട്ടീവ്സ് ആൻഡ് ലിറ്റററി ഡിവൈസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ദെൻ ഞാൻ പറഞ്ഞല്ലോ ഡോണ്ട് മെമ്മറൈസ് ദ ആൻസേഴ്സ്. നമ്മളിങ്ങനെ റോട്ട് ലേണിംഗ്, വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് പറഞ്ഞത് റോട്ട് ലേൺ അല്ലെങ്കിൽ ആ ഒരു കാണാപ്പാടം പഠിക്കുകയല്ല ചെയ്യണത്. അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ്. യു ഹാവ് ടു ലൈക്ക് നിങ്ങൾക്കൊരു ഐഡിയ വേണം എന്താണ് അതെന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ക്ലാസ് പോലെയല്ല, വലിയ ക്ലാസ്സിൽ എത്തുമ്പം കുറച്ചും കൂടെ നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളും കൂടെ അവരവിടെ പരിഗണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, റിവിഷൻ ആണ് അല്ലേ. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നല്ല റിവിഷൻ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരാരായാലും മറന്നു പോകുന്നുള്ളൊരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെടാ, നമുക്ക് ഈ എക്സാം ആ ഒരു സിനാരിയോ അല്ലെങ്കിൽ എക്സാം ഹാളിൽ നടക്കുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതിനെ നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാം ഹാളിനെ നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ ബസ് സിമുലേറ്റർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിമുലേറ്റർ ഗെയിംസ് ഒക്കെ കളിക്കുന്ന പോലെ എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PYQs കളക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ശരിക്കും നമുക്ക് ഏറ്റവും നല്ല വേ ഓഫ് ലേണിംഗ്, പഠിക്കാൻ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ PYQs എത്രയും കിട്ടുന്നോ ആ PYQs റെഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. PYQs എടുക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിനുള്ള ആൻസേഴ്സ് നമ്മൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. ആൻഡ് ഓൾസോ ഈ എഴുതുന്ന സമയത്ത് അല്ല വെറുതെ അത് എഴുതിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. എന്ത് ചെയ്യണം, ആ ഒരു 3 hour ഒരു എക്സാം ഹാളിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള പോലെ തന്നെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡ് ആവാതെ, ബ്രേക്ക് എടുക്കാതെ, വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം, അതല്ലാണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കാതെ, ടൈമർ ഓഫ് ചെയ്യാതെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയണം. പിന്നെ വേറൊരു കാര്യം എന്താണ്, നമുക്ക് സ്റ്റക്ക് ആവില്ല, ആൻസർ കിട്ടാത്ത ഒരു പ്രശ്നമൊക്കെ വരും. അപ്പം മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കാലത്തൊക്കെ ആകുമ്പോൾ മിക്കവാറും നമ്മൾ ChatGPT-യിലോ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കും. സോ അങ്ങനെയൊന്നും ചെയ്യരുത്. ചീറ്റ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മളൊരു എക്സാം ഹാൾസ് സിറ്റുവേഷൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു എക്സാം എഴുതി നോക്കുക. ആൻഡ് അതിനകത്തുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ശരിക്കും ഇപ്പോഴത്തെ അല്ലേ നമുക്ക് ഇപ്പം നമുക്ക് അറിയാം, ഇത് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ എന്താ ഒരുപാട് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഒരു ബോർഡ് എക്സാംസിന്റെ വാല്യുവേഷൻ വരുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരുന്നത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനത്തെ ഒന്നും നമ്മളുടെ പേപ്പേഴ്സിലോ അല്ലെങ്കിൽ നമുക്ക് വരാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം. എന്തായാലും അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെ. അപ്പൊ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒരുപാട് പേർക്ക് അവരുടെ എന്താ പറയാ നമ്മൾ കൊടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടാതെ വന്നിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആ ഒരു എഫേർട്ടും കൂടെ അവിടെ ഇട്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവരോ അവിടുന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു എഫേർട്ടും കൂടെ അവിടെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് അവിടെ ഏറ്റവും വലിയ മേജർ ലൂസ് വരാൻ വേണ്ടി പോകുന്ന ആരാണ്, നമുക്ക് തന്നെയാണ്. വലിയ നഷ്ടം നമുക്ക് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. അതായത് അവിടെ നടക്കുന്നത് ലാസ്റ്റ് ഫൈനൽ ബോർഡ്സിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു വാല്യുവേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ
യു ഹാവ് ടു ഗിവ് യുവർ മാക്സിമം. നമ്മൾ നല്ല എഫേർട്ട് ഇട്ട് നമ്മൾ മാക്സിമം അവിടെ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം, ലേൺ ദ ഐഡിയൽ ആൻസർ ലെങ്ത് ഫോർ 2, 3, 5 ആൻഡ് എത്ര മാർക്കാണോ ആ മാർക്കിനനുസരിച്ച് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചില കുട്ടികൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ വലിയൊരു വിഷയം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. ഇതിനെന്ത് ചെയ്യും, ഒരു വലിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഹാഫ് പേജ്, ഒരു ഹോൾ പേജ് ഒക്കെ എഴുതി വെക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ചെയ്യരുത്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അത്രയും കുറഞ്ഞ മാർക്സ് ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു 2 or 3 സെന്റൻസസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആൻസർ അവിടെ കൺക്ലൂഡ് ചെയ്യാം, അത് അവിടെ നിർത്താം അല്ലെ. ഒരു 2 മാർക്സ് ഒക്കെ ആവുന്ന സമയത്ത് അത്രേ അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് വലിയ മാർക്സിന്റെ വലിയ എസ്സേസ് ഒക്കെ എന്ത് ചെയ്യും, ഈ സമയമില്ലാത്ത രീതി എത്തിയിട്ട് ചിലപ്പോൾ അത് എഴുതാൻ ടൈം കിട്ടില്ല, അപ്പൊ ആ എഴുതാതെ വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് കുറച്ചേ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഈ വലിയ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്, ഇതെന്റെ ഒരു പേഴ്സണലി എനിക്ക് പറയുന്ന കേട്ടോ, വലിയ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റിലേക്ക് എഴുതാമെന്ന് വിചാരിക്കാതെ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്കൊന്ന് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന, അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയിൽ എഴുതാൻ പറ്റുന്ന നമ്മുടെ ഒരു ടൈം ഉണ്ടല്ലോ. സോ ആ ഒരു ടൈം നമ്മളെ കണ്ടെത്തിയിട്ട് അതിന്റെ ഇടക്കാക്കി എഴുതാം. ആ ഒരു എക്സാമിന്റെ 3 hours എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എക്സാമിന്റെ നിങ്ങളുടെ ഡ്യൂറേഷനെ, നിങ്ങളുടെ ആ ഒരു ടൈം സ്ലോട്ടിനെ നിങ്ങൾ ഫിക്സ് ചെയ്യുക എവിടെയാണ് ഇതൊക്കെ എഴുതേണ്ടത് എന്നുള്ളത്. സോ ഇതൊക്കെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ എക്സാം ഹോളിൽ ആദ്യമായിട്ട് പോയിട്ട് ഒരു എക്സാം എഴുതുമ്പോൾ എന്ത് കഴിയില്ല, ഇതൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സിമുലേഷൻ നിങ്ങൾ നിങ്ങളെ വീട്ടിലേ ചെയ്യണം എന്നുള്ളത് കേട്ടോ. പിന്നെ ഇതാണ് ബിൽഡ് യുവർ എക്സാം സ്ട്രാറ്റജി. അവിടെ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെ, ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണുവാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ അതല്ല എന്തൊരു കാര്യത്തിനാണെങ്കിലും നല്ല പെർഫെക്റ്റ് സ്ട്രാറ്റജി അവിടെ വേണം. അതില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അപ്പാടെ ഫെയിലിയർ ആയിട്ട് പോവുകയാണ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, നിങ്ങളുടെ വീക്കർ ഏരിയ ഏതാണെന്നുള്ളത്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയും അല്ലെ. റിയൽ എക്സാം എഴുതുന്നതിന് മുൻപേ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയും ഏതാണ് എൻ്റെ സ്ട്രോങ് പോയിന്റ്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് എനിക്ക് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്, സോ എനിക്ക് അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, സോ അതിനെ എങ്ങനെ ഷോർട്ട് ആക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയും. ചൂസ് ദ സീക്വൻസ് ദാറ്റ് ഗിവ്സ് യു മാക്സിമം കോൺഫിഡൻസ്. നമുക്ക് ആ ഒരു എക്സാം ഹോളിൽ എത്തുന്ന സമയത്ത് ആ ഒരു നെർവസ്നെസ് എന്തായാലും അല്ലെ, പഠിച്ചു പോകുന്ന ഒരാൾക്ക് എന്തായാലും ഒരു നെർവസ്നെസ് ഉണ്ടാവും, എന്തായിരിക്കും എന്നുള്ളത്. സോ അതിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ കുറച്ച് കോൺഫിഡന്റ് ആവാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് പോവാന്നുള്ളതാണ്. ആൻഡ് നെവർ എവർ എക്സ്പെരിമെന്റ് ഓൺ ദി ആക്ച്വൽ എക്സാം ഡേ. ആ എക്സാം ശരിക്കുള്ള ആ ദിവസം നമ്മളൊരു എക്സ്പെരിമെന്റേഷന് നിൽക്കരുത്. വലിയ രീതിക്ക് നമ്മളെടുത്ത് പാളി പോകാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. സോ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ട് അതിനെ ലോക്ക് ചെയ്യുക, അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പൊ ചില ആൾക്കാർക്ക് ആദ്യം തന്നെ എനിക്കൊന്ന് റീഡിങ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു നാക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളവർ അത് ആദ്യം ചെയ്യുക. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല, വായിക്കാൻ കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ അത് അങ്ങോട്ട് ആവുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ലാസ്റ്റിലേക്ക് വെക്കുക. കാരണം അതിന് ഒരുപാട് മാർക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. സോ നമ്മുടെ ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. നമ്മുടെ ഫ്രണ്ടിന് അവരുടെ സ്ട്രാറ്റജി ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കില്ല നമുക്കും ഉണ്ടാവുക. സോ ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ നിന്ന് എക്സാം എഴുതി ശീലിക്കണം, എന്നാലേ നമുക്കിത് ഒരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. ദെൻ ഇനി ഇതാണ് ക്രാക്ക് ദ റീഡിംഗ് സെക്ഷനിൽ. ആ ഒരു റീഡിംഗ് സെക്ഷനിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ റീഡ് ദ ക്വസ്റ്റ്യൻസ് ബിഫോർ റീഡിംഗ് ദ പാസേജ്. ഇപ്പോൾ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ, ഒരു പാസേജ് വന്നിട്ട് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ പാസേജ് മുഴുവനും ഇരുന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആ പാസേജിൽ ജസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. സോ അണ്ടർലൈൻ ദ കീ വേർഡ്സ് വൈൽ റീഡിങ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ചില കീ വേർഡ്സ് ഉണ്ടാവും, ഇന്നതാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ആ ഒരു കീ വേർഡ് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആ കീ വേർഡ് നിങ്ങൾക്ക് ആ പാസേജിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. സ്കിം ഫസ്റ്റ് ആൻഡ് ദെൻ സ്കാൻ ഫോർ ആൻസേഴ്സ് അല്ലെ. ഫസ്റ്റ് ഒന്ന് സ്കിം ചെയ്യുക. അതായത് സ്കിം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, വെറുതെ ഒന്നിങ്ങനെ വായിച്ചു പോവുക, കണ്ണോടിച്ച് പോവുക എന്നുള്ളതാണ്. ആ കണ്ണോടിച്ച് പോകുന്നതിനിടയ്ക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ അകത്തുള്ള ചില വേർഡ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ എവിടേക്കോ സ്ട്രൈക്ക് ആവും. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓക്കെ ഇതിന്റെ ആൻസർ കറക്റ്റ് നിങ്ങൾക്ക് അവിടെ എന്താ പറയാ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയട്ടോ. നല്ലൊരു സ്ട്രാറ്റജിയാണ് ഇത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇപ്പൊ CUET ഒക്കെ വരുമല്ലോ, നമ്മൾ ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ ആദ്യം വരാൻ വേണ്ടി പോകുന്ന ഒരു CUET എക്സാം ഒക്കെ ഉണ്ടാവും. CUET ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ CUET എക്സാം വരും, അല്ലെങ്കിൽ മുന്നോട്ട് എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് എക്സാംസ് വരാനുണ്ടാവും. നിങ്ങൾ UGC നെറ്റ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ
അവിടെയും എന്താണ് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്യാനുള്ളതാണ്. സോ ഇപ്പോഴേ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു ഐഡിയൽ സിനാരിയോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, അറ്റ്ലീസ്റ്റ് ഒരു 2 പാസേജെങ്കിലും ഒരു ദിവസം ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതൊക്കെ. ദെൻ വേറെ ഏറ്റവും വലിയൊരു കാര്യം മക്കളെ, നമ്മൾ ആൻസർ ഷീറ്റ് എത്രത്തോളം പ്രസന്റബിൾ ആണോ അതിനനുസരിച്ച് നമുക്ക് മാർക്സും കൂടും. ഓക്കെ, നല്ല രീതിക്ക് നമ്മുടെ ആൻസേഴ്സിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം. ഇപ്പൊ നിങ്ങൾ ഒരു വലിയൊരു ആൻസർ എഴുതാന്ന് വിചാരിക്കുക, അത്യാവശ്യം വലിയ മാർക്സിന്റെ ഒരു എസ്സേ പോലത്തെ ഒരു ആൻസർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി വേണം, ഒരു കൺക്ലൂഷൻ വേണം. സോ ആ ഇൻട്രൊഡക്ഷൻ്റെ ഉള്ളിൽ നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം പറയല്ലാതെ അതിനല്ലേ ഒരു 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 നമ്മളിങ്ങനെ ഒരു 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 എന്താ പറയാ, ഒരു സ്റ്റിർ അവേ ഒരു 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 അല്ലെ നല്ലൊരു രീതിക്ക് പറഞ്ഞുകൊണ്ട് വരിക. ആൻഡ് ആ ബോഡി പാരഗ്രാഫിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് ഫൈനലി കൺക്ലൂഷനിൽ എന്താണ്, ഓവറോൾ അല്ലെങ്കിൽ ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് അതിനെ വളരെ ചെറിയ രീതിയിലൊന്ന് ഒന്ന് എൻഡ് ചെയ്യുക. ഇതാണ് നല്ലൊരു ഒരു എന്താ പറയാ, ഒരു ലക്ഷണമൊത്ത ആൻസർ എന്നൊക്കെ പറയില്ല, അങ്ങനെ നമുക്ക് കാണാം കേട്ടോ. പിന്നെന്താണ്, റൈറ്റ് ഇൻ നീറ്റ് പാരഗ്രാഫ്സ്. ആ ഒരു നീറ്റ്നെസ് നമ്മുടെ പേപ്പറിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അണ്ടർലൈൻ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ്. നമുക്ക് ചില ആൻസേഴ്സ് എഴുതുമ്പോൾ നമുക്ക് അറിയാലോ, അതായത് ഇപ്പം മേ ബി ടെക്സ്റ്റിൽ നമ്മൾ വായിച്ചിട്ടുള്ള ചില ഫ്രേസസ് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നമ്മൾ വായിച്ചിട്ടുള്ള ചില വേർഡ്സ് അതുപോലെ നമ്മൾ ചിലപ്പം ആൻസർ ഷീറ്റിൽ റിപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ നമുക്ക് തന്നെ ആൻസർ എഴുതുമ്പോൾ ചിലപ്പോൾ ഫീൽ ചെയ്യും ഇതൊരു നല്ല പോയിന്റ് ആണ്, ഇതൊരു വാലിഡ് പോയിന്റ് ആണ്, ഇവിടെ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന സ്ഥലത്ത് മേക്ക് ഷുവർ ദാറ്റ് യു പുട്ട് ആൻ അണ്ടർലൈൻ. ഒരു അണ്ടർലൈൻ ഇടാം, ജസ്റ്റ് ഒരു അണ്ടർലൈൻ അവിടെ വെച്ചേക്കുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനാണെങ്കിലും ഈ ആൻസേഴ്സ് നോക്കുമ്പം അവിടെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത രീതിക്ക് അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ ഒക്കെ കണ്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത രീതിക്ക് ഒരു പോയിന്റ് കാണുമ്പം സന്തോഷമാണ്, കാരണം അവർക്ക് നേരിട്ട് അത് മാർക്ക് അവിടെ തന്നു പോവാനേ ഉള്ളൂ. സോ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്യുക കേട്ടോ. ഇത് ഈ ചെയ്യുന്ന കുട്ടികളായിരിക്കാം, ഇനി ഇൻ കേസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്തു വെക്കുക. പിന്നെ ഓരോ ആൻസർ കഴിയുമ്പോഴും നമ്മളല്ലേ അതിനൊരു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിലും വേണമെങ്കിൽ ഒരു ലൈന് വിടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പെൻസിലും സ്കെയിലും എടുത്തിട്ട് ഒരു ലൈൻ ഇട്ട് മാർക്ക് ചെയ്യാം. സോ നല്ല എന്താണെന്ന് വെച്ചാൽ ഒരു ലൈൻ വിടുക അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വിടുക എന്നുള്ളതാണ്. ഓരോ ആൻസേഴ്സിന്റെ ഇടയിലും ഒരു ഡീസെന്റ് ആയിട്ടുള്ള രീതിക്ക് ഒരു ഗ്യാപ്പ് വിടുക എന്ന് വിചാരിച്ചാൽ 4-5 ലൈൻ വിടാനാണോ, അല്ല, ഒരു ഡീസെന്റ് ആയിട്ട് 1 or 2 ലൈൻസ് വിടുന്നത് നല്ലതായിരിക്കും. പേപ്പറിനെ കാണാൻ ഒരു നല്ല വൃത്തി ഉണ്ടാവും. അപ്പൊ കണ്ടോ, നമ്മളൊരു ഒരു ആൻസർ ഷീറ്റിന്റെ ഒരു അനാട്ടമി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ പാരഗ്രാഫിംഗ് അല്ലെ, വിസിബിൾ സെപ്പറേഷൻ ഓഫ് ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ, ഇങ്ങനെയാകുമ്പം കാണാൻ ഒരു മെനയുണ്ട്, ഒരു ഭംഗിയുണ്ട്. കീവേഡ് അണ്ടർലൈനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പം അതിനെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദെൻ സ്പേഷ്യൽ ബഫർ, എ ഡെലിബറേറ്റ് എംപ്റ്റി ലൈൻ ബിറ്റ്വീൻ കംപ്ലീറ്റ് ആൻസേഴ്സ് ടു പ്രിവെന്റ് വിഷ്വൽ ഫറ്റീഗ് ഫോർ ദ ഗ്രേഡ്. അതായത് നമുക്ക് ആ ഒരു അല്ലെ ഒന്നായിട്ട് ഇങ്ങനെ ക്ലട്ടേർഡ് ആയിട്ട് കാണുമ്പം ആർക്കും ഇഷ്ടപ്പെടില്ല, എല്ലാവർക്കും ഒരു ഇതെന്താ ഇത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് വരിക, എസ്പെഷ്യലി ഒരു ടീച്ചറിന്റെ POVയിൽ നോക്കുന്ന സമയത്ത്. സോ എന്ത് ചെയ്യുക, അതിനെ ഒരു നീറ്റ് ആക്കിയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാനും വേണ്ടി കൂടെ നോക്കുക കേട്ടോ. പിന്നെ എന്താ, നമുക്ക് ഗ്രാമർ കാര്യങ്ങൾ ഉണ്ടാവും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് തന്നെ നമ്മൾ അതിനെ ബ്രഷപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മാത്സിൽ ഒരു പ്രോബ്ലം എങ്ങനെയാണോ ചെയ്ത് പഠിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ഗ്രാമർ ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അതൊന്നും നിങ്ങൾ എപ്പോഴാണ് അറിയാമെന്നറിയോ, ഇതിൻ്റെയൊക്കെ ഹെൽപ്പ് നിങ്ങൾ അറിയാൻ വേണ്ടി പോകുന്നത് എക്സാം ഹാളിൽ എത്തുമ്പോഴാണ്. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ല റിസൾട്ട് എക്സാമിന് നമുക്ക്, അതായത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് അല്ല, ടൈമിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ദെൻ പ്രിപ്പയർ ഇമ്പോർട്ടൻറ്റ് ഫോർമാറ്റ്സ് ഫോർ നോട്ടീസ്, ആർട്ടിക്കിൾസ് എക്സെട്ര. നമ്മുടെ ഫോർമാറ്റ്സ് ഒക്കെ നല്ല രീതിക്ക് നമ്മൾ പഠിച്ചു വെക്കുക. അതൊന്നും എന്ത് ചെയ്യരുത്, എക്സാമിന് തലേന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. എക്സാമിന് തലേന്ന് ജസ്റ്റ് നമുക്കൊരു റിവിഷന്റെ ആവശ്യം മാത്രമേ പാടുള്ളൂ കേട്ടോ. മെമ്മറൈസ് poems, themes, character traits, etc. And after all, സ്ലീപ്പ് വെൽ ബിഫോർ ദി എക്സാം. നല്ല രീതിക്ക് ഉറങ്ങുക, നല്ല വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ബോണസ് ടിപ്പ് എന്നുള്ള പോലെ രീതിക്ക് പറയാനുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക കേട്ടോ, എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോ ടിപ്പ് ഉണ്ടെന്നാണെങ്കിൽ, എക്സാമിന് ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിക്ക് ഒരു പ്രോ ടിപ്പ് നിങ്ങൾക്ക് പറയാനുണ്ടെന്നാണെങ്കിൽ അത് താഴെ നിന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് നിങ്ങൾക്ക് ഉണ്ട്, മിസ് ഈ ഒരു വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമോ, ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ അതും നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.